MP, Mr. Haibiran, Member of Parliament. His dedication to education and community development has made a lasting impact to our journey. So, I welcome you, sir. Everyone, please put your hands together for Haibiran. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബ്രെഡ്ഫോർഡ് അക്കാഡമിയുടെ അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ ലത്തീഫ്, ILTസിൻ്റെ അക്കാഡമിക് ഹെഡ് സതീഷ് സർ, പ്രിയപ്പെട്ട മാനേജർ സൈദ മാം, ഷറഫുദ്ദീൻ സർ, ഷഫീഖ് സർ, CEO ശ്രീ നൗഷാദ്, മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാദിർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ അക്കാഡമിയിൽ നിന്ന് മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് പൂർത്തീകരിച്ച് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന 50ഓളം അധ്യാപികമാർ, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ബ്രെഡ്ഫോർഡ് അക്കാഡമിയുടെ ഈ ഒരു സെറമണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ സംബന്ധിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് കേരളം എന്ന് പറയുന്നത്, കേരള മോഡൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലി തന്നെ നമ്മുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ ശൃംഖല 200 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒന്നാണ്. സ്വാതന്ത്ര്യത്തിന് എത്രയോ മുൻപ് തന്നെ സർക്കാർ മാത്രമല്ല, മറിച്ച് പല മാനേജ്മെൻറ്റുകളും, പല റിലീജിയസ് മാനേജ്മെൻറ്റുകളും ആരംഭിച്ച സ്കൂളുകൾ, അത് നമ്മുടെ പബ്ലിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ സിനാരിയോ, അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് എലിജിബിലിറ്റി കിട്ടുന്ന കുട്ടികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. കമ്പയർഡ് ടു ദി അതർ സ്റ്റേറ്റ്സ്, കേരളമാണ് ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഈ കണക്കുകളെല്ലാം നമ്മുടെ 100% ലിറ്ററേറ്റ് സ്റ്റേറ്റായി, പൊതുവിദ്യാഭ്യാസ ശൃംഖലയിൽ നല്ല ഒരു മുന്നേറ്റം സൃഷ്ടിക്കുന്ന സ്റ്റേറ്റായി കേരള മോഡൽ എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോയി വീണ്ടും നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു സ്വയം വിമർശനത്തോടു കൂടി ചില കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത്രയും നല്ല ഫൗണ്ടേഷൻ ഉള്ളൊരു സ്റ്റേറ്റിൽ, ഇത്രയും നല്ല പൊതുവിദ്യാഭ്യാസ ശൃംഖലയുള്ളൊരു സ്റ്റേറ്റിൽ 99.23% കുട്ടികൾ SSLC പാസ്സാകുന്ന ഒരു സ്റ്റേറ്റിൽ ആദ്യത്തെ 50 മെഡിക്കൽ കോളേജുകളോ, ആദ്യത്തെ 50 എഞ്ചിനീയറിംഗ് കോളേജുകളോ, ആദ്യത്തെ 50 ബി സ്കൂളുകളോ, ലോ സ്കൂളുകളോ ഏത് പരിശോധിച്ചാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളടക്കം പ്രശസ്തമായ മാഗസിൻസിൻ്റെ റാങ്കിങ്സിലോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ റേറ്റിംഗ്സിലോ ഒന്നും കേരളത്തിൽ ഒരു കോളേജും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ there is a serious issue related to the transition of the system of education. അതായത് പൊതുവിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ അവിടെ ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, തൊട്ടടുത്ത് വെല്ലൂർ മെഡിക്കൽ കോളേജ് തമിഴ്നാട്ടിലുണ്ട്. എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹൈദരാബാദിലും കർണാടകത്തിലും ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഐദർ ഇൻ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ
or as management schools or as law schools. The best rated national law school, ബാംഗ്ലൂരിലുള്ള നാഷണൽ ലോ സ്കൂൾ, നല്ല റേറ്റിംഗ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ഡിസ്കണക്ട് ജോലി ലഭിക്കുന്ന സാഹചര്യത്തിൽ നിന്നും പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടയിലുണ്ട്. ആ ഡിസ്കണക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളും നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പോകുന്ന വിഷയങ്ങളും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അവിടെയാണ് ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ് കൊടുക്കുന്ന, സ്കിൽ ലേബറിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടം നമ്മുടെ ഇടയിൽ വരുന്നത്. അവിടെയാണ് ബ്രിക്ഫോർട്ട് പോലുള്ള സ്ഥാപനങ്ങളുടെ വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നുമല്ല, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ പഠിച്ച കോഴ്സ് നിങ്ങളെ എക്യുപ്ഡ് ആക്കുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മോണ്ടിസറി എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് അങ്കണവാടികളും നമ്മുടെ കുട്ടികളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും എല്ലാം. To our High Whelan, Naushad sir. Amrita Damodaran, please. Put your hands together for Amrita. Anu Jacob. Aisha Nilufar. Veena T.S. Darshana C.J. Fatima Lubabat. Everyone, please put your hands together. It's your batchmate who's getting our certifications. Come on. Fatima Sumaya. Gopika. Hashna Hassan. Ismat Vicky.
Nimmi KJ, Naubeen CA, Nusfa, Pooja Unni, Pooja Unni, Reshma KP, Manju C, Jolly A, Ashna Hassan, Ismat VP, Reshma KP, Manju C, Jolly AD, claps please, Rashmi, claps please, Rashmi, I now call Shampuddin sir, CEO of Steel International, has been a visionary leader whose strategic guidance has not only ensured the growth of the Academy but also inspired innovation in education, community outreach. Congratulations. Shafiq sir, Steel International CEO, has always been there as a great support in leading the team. Thank you so much, sir. Our dearest Manal ma'am, our esteemed spoken English online trainer, especially online coordinator, has demonstrated exceptional dedication to enhancing students' language skills. Thank you so much, ma'am. Our dearest ma'am Jessie, who's spoken English trainer from Director of Online English Hub, is commentator for enthusiastic teaching style and commitment to student success. Next idea is Seven Sir, a dedicated operations manager who's always been a great support and mentor, plays a pivotal role in daily operations of Brentford Academy.
Jamshed, Managing Director of Axfire, has brought immense creativity and professionalism to our marketing efforts. His expertise team in videography and the science has elevated our promotional material, making our team much greater. Thank you. Sanjay Selvaraj, CEO of Leeds Bank, is celebrated for his innovative marketing strategies that have expanded our academy's reach and visibility. Thank you so much, Sanjay. Again, we have our coordinators, who has always been a special of reports Montessori teaching, that's Abanga. Their dedication and meticulous coordination have been instrumental in ensuring the smooth passion and success of our education. I now call Nasima, a coordinator of Montessori Redport. Our dearest accountant and always been there for us, a great supporter. The coordination has impacted in an abundant manner to our Redport Academy. Thank you so much, Reshma. Thank you so much, Hi Beaton sir, for joining us for this Montessori certification. A very short story. I don't know whether you have read the story by Rabindranath Tagore, which is entitled Parents Training. അത് നിങ്ങളിപ്പോൾ വാങ്ങിയ സർട്ടിഫിക്കറ്റുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെടും. പാരൻസ് ട്രെയിനിങ് എന്ന ചെറിയ കഥയിലൂടെ ടാഗോർ പറയുന്ന പാഠം ഇവിടെ ഇന്ന് മോണ്ടിസറി ടീച്ചറായിട്ട് സർട്ടിഫൈ ചെയ്ത് എൻ്റെ മുന്നിലിരിക്കുന്നത് പുതുതായിട്ട് അധ്യാപന മേഖലയിലേക്ക് വരുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് സർട്ടിഫിക്കറ്റോടുകൂടി അധ്യാപന മേഖലയിലേക്ക് വരുന്ന ഈ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിനോടൊപ്പം താല്പര്യം. ഏതായാലും നിങ്ങളുടെ ഇന്നത്തെ വരവ് അത് ഏറ്റവും പ്രൗഢിയോടുകൂടി വളരെ നല്ല റെസ്പെക്റ്റ് ആദരവ് ലഭിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുക. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP കുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ടീച്ചർക്ക് സർട്ടിഫിക്കറ്റ് കൈമാറും. ഡോക്ടർ ലത്തീഫ് സാർ പറഞ്ഞതുപോലെ ഒരു കഥയിലൂടെ നിങ്ങളോട് പറഞ്ഞു, ഒരു പക്ഷിയുടെ ചിറകിന് ക്ലിപ്പിട്ടപ്പോൾ എന്തായി മാറി? ആ പക്ഷി മരിച്ചുപോയി. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിയതിന് ശേഷം നിങ്ങൾ ചിറകടിച്ച് വീണ്ടും കിച്ചണിലേക്ക് പറന്നു പോയത്. വീണ്ടും നിങ്ങൾ കിച്ചണിലേക്ക് തന്നെ എത്തരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് വളരെയധികം വാല്യൂയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ പലരും ഡിഗ്രിയും ചിലപ്പോൾ B.Ed ഒക്കെ കഴിഞ്ഞവരും ഉണ്ടാകാം. പക്ഷെ ഡിഗ്രിയും B.Ed ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്കൊരു ഭയം, വലിയ വലിയ കുട്ടികളെ പഠിപ്പിക്കാൻ എങ്ങനെ ഞാൻ പോകും, എനിക്കതിനുള്ള എന്തില്ല, സ്കില്ലില്ല, അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തപ്പെട്ടു പോകുമോ, കുട്ടികൾ പരിഹസിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ നോളജ് പോരായ്മ വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഉള്ളിലൊരു ഭയമുണ്ടാകും. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത് ഇതേ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ് അല്ലേ? ആ കുട്ടികളെ പഠിപ്പിക്കാൻ വീഡിയോ ഫോട്ടോ ആണ് റെഡി
Thank you.